യഥാർത്ഥത്തിൽ സ്വന്തം ശേഷി മനസ്സിലാക്കാതെ ഇന്ത്യയുമായി ഏറ്റുമുട്ടാൻ നിൽക്കുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ നിലമറന്ന സ്വന്തം രാജ്യത്തെ തന്നെയാണ് കുഴിയിലേക്ക് തോണ്ടിയിടുന്നതും. അതിർത്തിയിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് വെടിവെപ്പുകൾ തുടരുന്ന പാകിസ്ഥാൻ ഏതറ്റം വരെ പോകുമെന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ എന്ന രാജ്യം. അതിര് കടന്ന ഒരു നീക്കം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ അതിന് തക്കതായ മറുപടി ഇന്ത്യ നൽകുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. അത്തരത്തിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കാനാണ് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തോടുള്ള ഇന്ത്യയുടെ സൈനിക പ്രതികരണത്തിന്റെ രീതി, ലക്ഷ്യങ്ങൾ, സമയം എന്നിവ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി സായുധ സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെല്ലാം വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, പ്രതിരോധ മേധാവി ജനറൽ അനിൽ ചൗഹാൻ എന്നിവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു സന്ദേശം അദ്ദേഹം പ്രധാനമായിട്ടും കൈമാറിയിരുന്നത്. പാകിസ്ഥാന് വൻ തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സേനയ്ക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്ഥലവും സമയവും രീതിയും സൈന്യത്തിന് തീരുമാനിക്കാമെന്നാണ് പ്രധാനമന്ത്രി പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നത് ഇത് രണ്ടാം പ്രാവശ്യം കൂടിയാണ്. കൂടാതെ ഭീകരതയ്ക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കുക എന്നത് നമ്മുടെ ദേശീയ ദൃഢനിശ്ചയമാണെന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ച് ശക്തിപ്പെടുത്തുന്നതായി വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പാകിസ്ഥാനുമേൽ ഇതിനകം തന്നെ സർക്കാർ നിരവധി നയതന്ത്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിയും കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇനി അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ഒട്ടും ആലോചിക്കാതെ തന്നെ ഉടനടി പ്രത്യാക്രമണം നടത്താനുള്ള അധികാരം സൈന്യത്തിന് കിട്ടിയ സ്ഥിതിക്കും ശത്രുക്കൾ കൂടുതൽ കരുതിയിരിക്കേണ്ടതും വളരെയധികം ആവശ്യമാണ്. ഇന്ത്യക്ക് അതിന് കഴിയുമെന്ന് പാകിസ്ഥാനും നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇന്ത്യ അടുത്ത 24 മുതൽ 34 മണിക്കൂറിനുള്ളിൽ ആക്രമണം നടത്തുമെന്ന വിവരം രാജ്യത്തിന് ലഭിച്ചതായിട്ടാണ് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അത്തോല തരാർ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയുടെ സൈനിക കടന്നുകയറ്റം ആസന്നമാണെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ നമ്മുടെ നിലനിൽപ്പിന് നേരിട്ട് ഭീഷണി ഉണ്ടാകുമെങ്കിൽ മാത്രമേ ആയുധങ്ങൾ ഉപയോഗിക്കൂ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിനിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും ഇന്ത്യയുടെ മുന്നൊരുക്കങ്ങളുമെല്ലാം പാകിസ്ഥാനിൽ ഭയപ്പാടാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നതെന്ന് പറയാം. ആഭ്യന്തരമായി പിരിമുറുക്കങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഇന്ത്യ വ്യാപാരപാത അടച്ചതും അതുപോലെ സിന്ധു നദിയിൽ നിന്നുള്ള ജലം തടഞ്ഞതും പണ്ടേ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന പാകിസ്ഥാനെ കൂടുതൽ വെല്ലുവിളികളിലേക്കാണ് ഇപ്പോൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. യുദ്ധത്തിൽ ശക്തമായി തന്നെ അണിനിരക്കുന്നതായിരിക്കും. ഇന്ത്യയെ മുഴുവനായി നശിപ്പിക്കുമെന്ന് പറയുമ്പോഴും പാകിസ്ഥാന്റെ സ്ഥിതി വളരെയധികം ദയനീയമാണ്. അത് നിലവിൽ വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. വിദേശ നാണ്യശേഖരം എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് ലഭ്യത നിലച്ചതോടെ ആരോഗ്യരംഗത്തും പാകിസ്ഥാൻ വളരെയധികം പ്രതിസന്ധിയാണ് നേരിടുന്നത്. പാക് കറൻസിയുടെ മൂല്യം ഓരോ ദിവസം ചെല്ലുന്തോറും വളരെയധികം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ പാക് കറൻസി ഏറെ താഴെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഭീകരവാദം തകർത്ത അഫ്ഗാനിസ്ഥാന്റെ കറൻസിയേക്കാൾ പിന്നിലാണ് പാക് കറൻസിയുടെ മൂല്യം എന്നത് ഏറെ നിരാശാജനകമാണ്. പാകിസ്ഥാൻ എത്രത്തോളം അവശനിലയിലാണെന്നാണ് ഇത് കാണിക്കുന്നത്. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ കറൻസികൾക്ക് താഴെയാണ് പാക് കറൻസി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അമേരിക്കൻ ഡോളറുമായി പാകിസ്ഥാൻ കറൻസിയുടെ വിനിമയ മൂല്യം 306.33 ഒരു അമേരിക്കൻ ഡോളർ വാങ്ങാൻ 307 പാകിസ്ഥാൻ രൂപയായിരിക്കും കൊടുക്കേണ്ടി വരുന്നത്. ഇന്ത്യയിൽ ഇത് 85 രൂപയായിട്ടാണ് നിലനിൽക്കുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളും ആഭ്യന്തര കലാപങ്ങളും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥത്തിൽ തകർക്കുന്നതാണ് എന്ന് പറയുവാൻ കഴിയും. വിദേശ നിക്ഷേപകർ പാകിസ്ഥാനെ ഏറെക്കുറെ ഉപേക്ഷിച്ചു എന്നതും ഒരു സംശയവുമില്ല. വിദേശ നിക്ഷേപകർ പാകിസ്ഥാനെ ഏറെക്കുറെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിലും ഒരു തെറ്റുമില്ല. കഴിഞ്ഞ മാസം അന്താരാഷ്ട്ര നാണയനിധി പാകിസ്ഥാന് $2 ബില്യൺ വായ്പയായിരുന്നു അനുവദിച്ചിരുന്നത്. 3 പതിറ്റാണ്ടിനിടെ ആദ്യമായി പണപ്പെരുപ്പം 0.7% കുറയുകയും ചെയ്തു. പിടിച്ചു നിൽക്കാൻ ഒരു കച്ചിത്തുരുമ്പ് പ്രതീക്ഷിച്ചിരുന്ന പാകിസ്ഥാന് യഥാർത്ഥത്തിൽ കിട്ടിയ വൻ തിരിച്ചടിയാണ് പഹൽഗാം ഭീകരാക്രമണമെന്ന് പറയാൻ കഴിയും. ഇന്ത്യ നടത്തിയ നടപടികളെല്ലാം തന്നെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. സംഘർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത്രത്തോളം പ്രതികൂല അവസ്ഥ നേരിടേണ്ടി വരികയാണെങ്കിൽ സംഘർഷം വർദ്ധിച്ചാൽ അത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ എത്രമാത്രം തളർത്തുമെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും. അതേസമയം തന്നെ ഇന്ത്യ പാക് സംഘർഷം മയപ്പെടുത്താൻ ഇടപെടണമെന്ന് അറിയിച്ച ഐക്യരാഷ്ട്ര സഭയും രംഗത്ത് വരികയുണ്ടായി. വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള എസ് ജയശങ്കറിനെ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെയും UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് ഫോണിൽ വിളിച്ച് സംസാരിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ഈ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ജനറൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇത് ഇടവരുത്തുമെന്നും ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു.